കെ സരൺകുമാർ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല രീതിയിൽ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിരിക്കെ എന്തിനാണ് പിന്നെ ഇത്തരമൊരു വിഷയം എല്ലാ മുഖാമുഖത്തിനും എടുത്തിടുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നത് അത്ര ഗൗരവമായിട്ടുള്ള വിഷയമാണെന്നും മതരാഷ്ട്ര നിർമ്മാണം ഭൂരിപക്ഷത്തിന്റെ പേരിൽ നടത്തിയാലും ന്യൂനപക്ഷത്തിന്റെ പേരിൽ നടത്തിയാലും അത് രാജ്യത്തിന് അത്യാപത്താണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നത്. ഇപ്പൊ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, പ്രാദേശികമായ നീക്കുപോക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയായിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് 2014 ഇതേ UDFന്റെ ഗവൺമെന്റ്, കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, സാക്ഷാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ 2014 ജനുവരി മാസം 28-നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജി വന്നു. ആ ഹർജിയിൽ ഇവർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ഒരു നിയമവിരുദ്ധ പ്രസ്ഥാനമാണ്, അതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇതേ കോൺഗ്രസ്, ഇതേ ലീഗ് ഉൾപ്പെടുന്ന മന്ത്രിസഭ 10 വർഷം മുമ്പ് അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ നിന്ന് പിന്നോക്കം വന്ന് 5 വർഷം കഴിഞ്ഞ് 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പൂർണ്ണമായി സഹകരിക്കാൻ എന്താണ് ഇവർക്ക് കാരണമായി മാറിയത്? ഇവരുടെ കണ്ണിൽ എന്തു മാറ്റമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വന്നത്? അതോടൊപ്പം തന്നെ ഏത് നിലയ്ക്കാണ് അവർ നവീകരിക്കപ്പെട്ടത് എന്ന് പറയേണ്ടത് കോൺഗ്രസ് ആണ്, ലീഗാണ്. 1957 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അതുപോലെ അവരുടെ പബ്ലിഷിംഗ് വിഭാഗം, അതായത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങൾ നിരോധിക്കാനുള്ള നടപടികൾ UDF ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് അഫിഡവിറ്റ് കൊടുത്ത പാർട്ടി മുന്നണി, ആ മുന്നണി 2 കൈയും നീട്ടി ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയുമായി പ്രാദേശിക നീക്കുപോക്കെന്ന് പറഞ്ഞാൽ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. മുന്നണിയുടെ ഭാഗമായി ഇന്ന സീറ്റ് നിങ്ങൾക്ക്, ഇന്ന സീറ്റ് ഞങ്ങൾക്ക്, ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ വോട്ട് വേണം, നിങ്ങൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വോട്ട് തരും, ഇതല്ലേ പ്രാദേശിക നീക്കുപോക്ക്? അത്തരത്തിലൊരു നീക്കുപോക്കിലേക്ക് എത്തിയത് എന്ത് മാറ്റമാണ് അവർക്കുണ്ടായത്? ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി മാറ്റം പറഞ്ഞിട്ടില്ല. മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയി എന്ന് അവർ പറഞ്ഞിട്ടില്ല. VD സതീശൻ പറയുന്നു അവർ മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്ന് പിറകോട്ട് പോയി. അങ്ങനെ പറയാനുണ്ടായിട്ട സാഹചര്യം എന്താണ്? ഇതാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഗൗരവമാണ്. ഒരു ഭാഗത്ത് RSS ചെയ്യുന്നു, അതിനെയും ഞങ്ങൾ നിശ്ചിതമായി വിമർശിക്കുന്നു. ഒരു ഭാഗത്ത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അടക്കം ന്യൂനപക്ഷ വർഗീയത ചെയ്യുന്നു, കോൺഗ്രസിന്റെ പിന്തുണയോടെ ചെയ്യുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ ജനങ്ങളുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, അടിസ്ഥാന വികസന രംഗത്ത് നടത്തിയ വളരെ വിപ്ലവകരമായ മാറ്റം, ഇടപെടൽ, റോഡ്, അതുപോലെ തന്നെ ദേശീയപാതകൾ, ബൈപ്പാസുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ മെട്രോയുടെ എക്സ്റ്റൻഷൻ, പശ്ചാത്തല സൗകര്യ രംഗത്ത് വന്ന മാറ്റം. 2, സാമൂഹ്യക്ഷേമ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ. ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഓരോ ജനങ്ങളിലേക്കുള്ള ശ്രദ്ധ, കരുതൽ. ആകെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ളത് 2.25 കോടി. ആ 2.25 കോടിയിൽ 1,05,00,000 പേർക്ക് ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ, പെൻഷൻ, അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ സാമൂഹ്യ സുരക്ഷാ രംഗത്തും വലിയ മാറ്റം. മറ്റത് വൻകിട വികസന പ്രവർത്തനങ്ങൾ. വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണോ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അജണ്ട വയ്ക്കുന്നു, പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നു. ആദ്യം ഞങ്ങൾ 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി, 580 പൂർത്തീകരിച്ചു. ഇപ്പൊ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ 2021 കൊടുത്തു. അതിൽ 739 എണ്ണം പൂർത്തീകരിച്ചു, ബാക്കി അണ്ടർ പ്രോസസ്സിൽ. ഇത് 9 പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, സാമൂഹ്യ സുരക്ഷയുടെ രാഷ്ട്രീയമാണ്, അടിസ്ഥാന പശ്ചാത്തല വികസന രംഗത്ത് വന്ന മാറ്റത്തിന്റെ രാഷ്ട്രീയമാണ്. ഇതിനിടയിൽ നിങ്ങൾ മുൻപ് പിന്തുണ സ്വീകരിച്ചിരുന്നവർ ഇത്രയൊക്കെ നിങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളപ്പോൾ, ഇത്രയധികം പ്രോഗ്രസ് കാർഡുമായി മുന്നോട്ട് വരാനുള്ളപ്പോൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഞങ്ങൾ തുലവും തുച്ഛമായ ഞങ്ങളെ ഇതിൽ തുറപ്പുചീട്ടായി എടുക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയും വലുപ്പമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ അവരെ അങ്ങ് വലുതാക്കി വലിയ ഭീകര രൂപമാക്കി വളർത്തുകയാണ്. ആ നിലയ്ക്ക് മുഖാമുഖത്തിന്റെ ഭൂരിഭാഗം സമയം അതിനായി നീക്കിവെക്കുകയാണ്. അതിന്റെ ലക്ഷ്യമാണ് മനസ്സിലാക്കാനാവാത്തത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമയത്ത് അവർക്ക് കുഴപ്പമില്ല, അതിപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന സമയത്ത് കുഴപ്പം എന്ന രൂപത്തിൽ അതിനെ എങ്ങനെയാണ് കാണാനാവുക? നിങ്ങളെ പിന്തുണച്ചിരുന്ന കാലവും നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചകളും ആരൊക്കെയാണ് സംസാരിച്ചതെന്നും പിണറായി വിജയൻ മുമ്പ് പറഞ്ഞ വാചകങ്ങളും ഞാൻ നേരത്തെ വായിച്ചു, അങ്ങ് അതിന് മറുപടി നൽകിയില്ല. അതോടൊപ്പം തന്നെ ഈ പാലോളി കമ്മിറ്റിയിൽ, അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിലൊക്കെ
അവരുടെ അവർക്ക് പ്രാതിനിധ്യം കൊടുത്ത് അവർ ചോദിക്കാതെ തന്നെ കൊടുത്തു എന്നൊക്കെയാണ് അന്നത്തെ ആമിർ പറയുന്നത്. അല്ല, ഇവിടെ ചോദിച്ചല്ലോ ഞങ്ങൾക്ക് ഇത്ര വലിപ്പമില്ല. അപ്പൊ നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഒരു തുള്ളി വിഷം ചാടിയാൽ പോരെ? ഒരു തുള്ളി വിഷം, അത് കഴിക്കുന്ന എല്ലാവരും മരണപ്പെടുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിപ്പമില്ല എന്ന് പറഞ്ഞാലും ഈ മത സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈരത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഈ രാജ്യത്തിന് ആപത്താണ്. അത് മതത്തിന്റെ പേരിൽ വിഭജനമുണ്ടാക്കാനും വിഘടനമുണ്ടാക്കാനും ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കില്ലെന്ന് ആര് പറഞ്ഞാലും അത് ഈ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരാളുടെ പേര് പറയോ? അങ്ങനെ പറഞ്ഞ ഒരാളുടെ പേരൊന്നും പറയൂ, നമുക്ക് കേൾക്കാലോ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നല്ല വർഗീയ പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങയുടെ ഈ ഘോരഘോരമായ പ്രതികരണം അപ്പോഴൊന്നും കണ്ടില്ല. അങ്ങ് സമയം കിട്ടുമ്പോ ഈ ഇസ്ലാമിക് പബ്ലിക്കേഷൻസ് ഹൗസ് പ്രസിദ്ധീകരിച്ച 14 പുസ്തകമുണ്ട്. 14 ഒന്നും വായിക്കണ്ട, അതിൽ ഒരു പുസ്തകം വായിച്ചാൽ മതി. 1957 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ആ ഭരണഘടനയുടെ ഒരു 3-4 പേജ് വായിച്ചാൽ മതി. ഭരണഘടന അവിടെ നിൽക്കട്ടെന്നേ. അവരിപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവരതിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അവർ തന്നെ പറയുമ്പോൾ അതിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രസംഗങ്ങളോ പ്രതികരണങ്ങളോ വെല്ലുവിളികളോ ഭീഷണികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എടുത്തു കാണിക്കാമെന്നേ. ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു. ഒറ്റ കാര്യം അങ്ങ് എത്ര ചോദിച്ചാലും ഒരു സംഘടന, ആ സംഘടന പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ ഭരണഘടനാ പ്രകാരമായിരിക്കും. 1957 ഞാൻ പറയട്ടെ ഒന്ന് മിസ്റ്റർ, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ? ഇങ്ങനെ അസഹിഷ്ണുത ഉള്ളപ്പോൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കല്ലേ? 5:1 ഈ ചർച്ച. ഒരു കോൺഗ്രസ്, ഒരു ലീഗ്, 2 വലതുപക്ഷ നിരീക്ഷക, ഒരു ആങ്കർ. 5:1 ഞങ്ങൾ 1957 സ്വന്തം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ ഒരു പ്രസ്താവന താങ്കൾ കാണിച്ചാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താം. ഞങ്ങൾ മതരാഷ്ട്രവാദവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ അങ്ങ് കാണിച്ചു തരൂ, എന്നിട്ട് അങ്ങ് പരിപാടി നിർത്തൂ. എത്രണ്ണം വേണം? പരിപാടി അങ്ങ് നിർത്തില്ല. പരിപാടി ഞങ്ങൾ തുടരും, അന്തസ്സായി തുടരും. നിങ്ങളെ കുറിച്ചുള്ള മാധ്യമങ്ങൾ കൃത്യമായി നിങ്ങളെ പിന്തുണച്ച കാലത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാത്ത എന്താണ് അരുൺകുമാർ? എനിക്കല്ല. അല്ല, ഞാൻ പറയട്ടെ അങ്ങക്ക് എന്തിനാ? അല്ല, അങ്ങക്ക് തന്നെയാണ് അസഹിഷ്ണുത. ഒരു സംഘടന അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ഇമാം കഴിഞ്ഞ വർഷം പറഞ്ഞു, ഞങ്ങൾ മതരാഷ്ട്ര നിർമ്മാണത്തിൽ നിന്ന് പുറകിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും സ്മൃതി പരുത്തിക്കാട് പറയുന്നു അവർ ഭരണഘടനയിൽ നിന്ന് മാറി, അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്നു. ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ തവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞു 2019 ഇവർ മതരാഷ്ട്രവാദം എവിടെയാണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പേര് വേണമെങ്കിൽ എടുത്തു പറയാം, എല്ലാവരും പറഞ്ഞിരിക്കുന്നു. അങ്ങക്ക് എന്താണ് അവകാശം? എന്റെ അവകാശമല്ല, ഞാൻ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് എന്റെ സംശയമാണ് ചോദിക്കുന്നത്. എന്റെ സംശയം ഞാൻ ആദ്യമേ ചോദിച്ചു. എന്റെ ആദ്യത്തെ ചോദ്യം മുതൽ അരുൺകുമാർ, നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും ഈ ഭരണഘടനയുണ്ടെന്നേ, അപ്പോഴെന്താണ് ഈ പ്രശ്നമില്ലാത്തത്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങേക്ക് എന്താണ് ഈ പറയുന്നത്? മനസ്സിലാവുമല്ലോ. അല്ല, എനിക്ക് മലയാളം മനസ്സിലാവും. മലയാളത്തിലുള്ള വാർത്താ ശകലങ്ങളാണ് ഞാൻ വായിച്ചത്. മലയാളത്തിലെ പറയും പത്രവാർത്തകളല്ലേ വായിച്ചത്? ഞാനും വായിച്ചത്. അങ്ങയ്ക്ക് വേണ്ടി സെലക്ടീവ് ലീക്കേജ് അങ്ങ് നടത്തി. ഞാൻ വായിക്കട്ടെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ. താങ്കൾ ഇപ്പൊ ഇടപെടും, ഒരു വാചകം വായിക്കാൻ എന്നെ അനുവദിക്കില്ല. ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവമായാലും പ്രശ്നമായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നു മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. BCCIയുടെ പോലെ CBCIയുടെ പോലെ എത്ര ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തന്നെയാണ്. ഇത് ദേശാഭിമാനി എഴുതിയ എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയലിൽ അടക്കം മറ്റേതെങ്കിലും പ്രസ്താവനയുടെ ചെറിയ വാചകങ്ങൾ അടർത്തിയെടുത്തു വരുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അന്നും ലോകത്ത് നടക്കുന്ന ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ അമീറിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്ന പിണറായി വിജയൻ അങ്ങ് പറയുന്ന മുഖപ്രസംഗം ഞാനും വായിച്ചു. ഞാൻ മുഖപ്രസംഗമല്ല വായിച്ചത്, അതിനുശേഷമുള്ള വാർത്താ ശകലങ്ങളാണ്. അതിൽ പിണറായി വിജയൻ നിലപാടുള്ള സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ അതാ MV ഗോവിന്ദൻ ഘോരഘോരം പ്രസംഗിക്കുന്ന ചിത്രം അങ്ങ് കാണൂ, കണ്ണ് തുറന്നു കാണൂ.
Celebrate with Smriti Parathikkad.